കേരളീയ സ്ത്രീകളുടെ സ്വാഭിമാന പോരാട്ട ചരിത്രത്തിലെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെയും സ്മാരകമായി കൊല്ലം പീരങ്കി മൈതാനത്തെ കല്ലുമാല സമര മൈതാനമായി സംരക്ഷിക്കും. പീരങ്കി മൈതാനത്ത് കല്ലുമാല സ്ക്വയർ നിർമ്മിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. അതിഗംഭീരമായിട്ടുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. ധനമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് കല്ലുമാല സമരത്തിന് വേണ്ടിയുള്ളൊരു സ്ക്വയർ. പക്ഷേ ആ പ്രഖ്യാപനം നടപ്പായോ? നമുക്ക് നോക്കാം. ബജറ്റല്ലേ സ്റ്റോറി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ കഴിഞ്ഞ തവണ ബജറ്റ് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടായിരുന്നു, കല്ലുമാല സമര സ്ക്വയർ. എന്തായാലും ആയോ അത്? ഇല്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. എവിടെ അത്? അത് മറ്റേ പീരങ്കി മൈതാനത്താണ് ഈ കല്ലുമാല സമരം നടന്നതെന്നൊക്കെ അറിയാം. അതായത് കല്ലുമാല സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പം ഇപ്പോഴും കടലാസിൽ തന്നെയാണ്. ഇതുവരെ പുറത്ത് ഒന്നായിട്ട് അറിയില്ല, എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും പോയി നോക്കട്ടെ. പണിയൊന്നുമില്ലയോ? ഓക്കെ. ഈ ബജറ്റിനകത്ത് കഴിഞ്ഞ നമ്മുടെ കല്ലുമാല സമരത്തെ സ്ക്വയറിന് 5 കോടി രൂപ പ്രഖ്യാപിച്ച കണ്ടായിരുന്നു. ഇതിൽ വാർത്ത ചെയ്തായിരുന്നു? ഒന്നും ആയിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോരുന്നോ? പോയാലോ? നമ്മളെ വരണോ? ചേട്ടാ, നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് നടന്ന ഒരു വിപ്ലവകരമായ സമരമാണല്ലോ കല്ലുമാല സമരം. അതായത് ഈ കല്ലുമാല സമരം നടക്കുന്നത് ഈ പീരങ്കി മൈതാനത്തല്ല, പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ കല്ലുമാല സമരത്തിൻ്റെ സമാപനം, അത് കല്ലുമാല സമരം എന്ന് പറയുന്നത് ഈ ജാതീയപരമായ സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടി അവർ ഏത് തരത്തിലുള്ള കല്ല് ധരിച്ച മാല ആണ് ഇടുന്നതെങ്കിൽ അവരെ ജാതീയപരമായി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്നു. അതിൻ്റെ സമാപന സമ്മേളനം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന നമ്മുടെ പീരങ്കി മൈതാനത്ത് ഒരു സമ്മേളനം കൂടുകയും കഴുത്തിലുണ്ടായിരുന്ന കല്ലുമാലകൾ ഈ പുലയ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരത് പറിച്ചെറിഞ്ഞിട്ട് ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ കല്ലുമാല സമര സ്ക്വയർ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതെവിടെ? നമ്മൾ ഈ കൊല്ലം എസ് എൻ കോളേജിനോട് ചേർന്ന് ആണ് പീരങ്കി മൈതാനം. അതിനോട് ചേർന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമയുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ ഈ സ്ക്വയർ സ്ഥാപിക്കാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അല്ലേ? പക്ഷേ എവിടെ സ്ക്വയർ? പോയി നോക്കാം, വാ. ഇതാണ് നമ്മുടെ പീരങ്കി മൈതാനം. നമ്മളെ ഉത്തര പഠിച്ച കോളേജാണ് എസ് എൻ കോളേജ്. അപ്പം നമ്മൾ പീരങ്കി മൈതാനത്ത് എന്തൊക്കെ കണ്ടു? ഞാനൊരു ലോറി കണ്ടു, ഒരു മെത്തക്കട കണ്ടു, അയ്യങ്കാളിയുടെ പ്രതിമയും കണ്ടു, ഞാൻ പഠിച്ച കോളേജും കണ്ടു. അപ്പം നമ്മുടെ സ്ക്വയറോ? സമര സ്ക്വയർ കണ്ടോ? അറിയില്ല. ഇവിടെന്നാ പറഞ്ഞേ, ഞങ്ങളത് ഇറക്കി വന്നതാ. എനിക്കറിയില്ല. ഞങ്ങൾ പോയി തപ്പട്ടെ. ഈ പീരങ്കി മൈതാനത്തെ നമ്മൾ ഓരോ സൈഡും അരിച്ചു പറക്കി, ജ്യോതിയും കണ്ടില്ല, ഒരു സ്ക്വയറും കണ്ടില്ല. അതായത് നമ്മുടെ സ്വന്തം ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അദ്ദേഹത്തോട് പറയാത്രേ ഉള്ളൂ, ഏ പ്രഭു, ഏ ധനമന്ത്രി ജി, ഏ ക്യാ ഹുവാ?